ആർക്കെൻ്റെ ചിലപ്പോൾ പൊതുവെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്ന ഒരിതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വർക്ക് പ്രഷറാണ്. സോ ഫുൾ എന്താ പറയുക, സ്ലീവ് ഇട്ടാലും ഫുൾ സ്ലീവ് ആയാലും സ്ലീവ്ലെസ് ആയാലും ഇട്ടാലും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. സോ ബോഡി ഓർഡർ അതൊരു പ്രായം വരുമ്പോൾ ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഒരിടയ്ക്ക് എനിക്ക് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോഴേക്കും കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോഡി ഓർഡർ വരാൻ തുടങ്ങി. ബോഡി ഫുള്ളും അല്ല, സോ ഒരു അണ്ടർആംസിൽ നിന്ന് മാത്രമായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ വല്ലാത്തൊരു വൃത്തികെട്ട സ്മെല്ല്. അപ്പോൾ ഞാൻ വിളിച്ചു ഇത് എങ്ങനെയെങ്കിലും മാറ്റാം, എനിക്ക് തന്നെ വരാൻ തുടങ്ങി എൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ള രീതിയിലായി. അപ്പോൾ ഞാനങ്ങനെ മാറ്റാനായിട്ട് ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കിയല്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല. സോ ഞാൻ ഷോപ്പിൽ പോയ സമയത്ത് ഇതൊന്നും ഒരെണ്ണം മേടിച്ചിട്ട് നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നോർത്ത് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് റെക്സോണയുടെ ഷോവർ ഫ്രഷ് ഡിയോഡ്രൻറ്റ്. അപ്പോൾ ഇതിൽ 72 ഹവേഴ്സാണ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ന്യൂ ഇംപ്രൂവ്ഡ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വില 95 ആ ഒരു ഇതാണ്. പക്ഷേ എനിക്ക് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴേക്കും ഓക്കെ കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പ്രേ അടിക്കുന്നത് പോലെയൊക്കെ തന്നെ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കുഴപ്പമില്ല, അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും വരുന്നില്ല. എന്നാലും ഇത് അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇടുന്ന ഡ്രസ്സിലും കൂടെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കഴുകിയാലും ആ സ്മെല്ല് പോകുന്നില്ല, അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു ഫ്ലേവറാണ് റെക്സോണയുടെ. ഇത് ഷോവർ ഫ്രഷും ഇത് പൗഡർ ഡ്രൈയുമാണ്. അപ്പോൾ ഇത് രണ്ടും ആണ് ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും എനിക്കിത് ആവശ്യമായിട്ട് വന്നിട്ട് ഇത് രണ്ടും തീർന്നു. റോളാണ് ഇത് വൈറ്റ് കളർ റോളാണ്. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. റെക്സോണയുടെ അടിപൊളിയാണ്. ഇപ്പോൾ ഇത് ആൾക്കാർ മാർക്കറ്റിങ്ങിൽ ഇത് എല്ലാവരും മേടിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഇത് ആൾക്കാർ മേടിക്കുന്നത് കൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഇത്രയല്ലായിരുന്നു, ഇതിൻ്റെ വില കൂട്ടി. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇത് രണ്ടും എൻ്റെ തീർന്നു. ഇത് തീർന്ന ബോട്ടിൽസാണ്. എന്നാലും ഇത് ഇടയ്ക്ക് ഇങ്ങനെ വരും, അങ്ങനെ എന്തൊരു മാജിക്കാണ്. ആദ്യം നോക്കിയപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നോക്കുമ്പോൾ പെരട്ടുമ്പോൾ വരത്തില്ല, പിന്നെ വരും, അങ്ങനെയാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരെണ്ണം മേടിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഷോപ്പിലൊന്നും ഇല്ല, തീർന്നു. പിന്നെ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണേ, നമുക്കൊരു ഡിഫറൻസ് വേണ്ടേന്ന് ഓർത്ത് ഞാൻ ഇതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഞാൻ ഒരു ഇവയുടെ ഷൈൻ വൈൽഡ് ബെറീസ് ഡിയോറോൾ മേടിച്ചിട്ടുണ്ട്. അതിൽ താഹിറ്റ് മോണോയി ഓയിൽ, അതിൽ 0% ആൽക്കഹോള്, 48H പ്രൊട്ടക്ഷൻ ഫോർ ബ്രൈറ്റ് അണ്ടർആംസ് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എന്നിട്ടിത് മേടിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ഷോപ്പിൽ വെച്ച് നമുക്ക് പൊട്ടിച്ച് നോക്കാൻ പറ്റത്തില്ല, ഇതിലുണ്ട് ഷോപ്പിലോട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ച് നോക്കാം. ഇത് ഞാൻ മേടിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ വേറെ എന്തോ ഒരു സാധനം മേടിക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു സൈസ് വലിയൊരു സൈസ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിനും റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ചെറിയ സൈസും ഇല്ല അവിടെ. ഈ ചെറിയ സൈസ് ഉണ്ടായിരുന്നതിനും വില കൂടിയതാണ്. അപ്പോൾ ആ ചെറിയ സൈസ് മേടിക്കാൻ ചെന്നപ്പോൾ ആ ചെറിയ സൈസ് അവിടെ ഇല്ല, വലിയ സൈസ് ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട്. അപ്പോൾ ഞാനിത് മേടിച്ചു. അത് വീട്ടിൽ വന്നൊന്ന് പിറ്റേ ദിവസം പോകാൻ നേരത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തു. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവയുടെ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ ഒരു ലൈറ്റ് വലിയ മണമെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയുക, ഇനി സ്മെല്ല് എങ്ങനത്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട ഒരു സസ്യങ്ങളൊക്കെ ഇങ്ങനെ ചീഞ്ഞു അളിഞ്ഞു വരുമ്പോൾ അതിൽ വന്നപ്പോൾ ഞാൻ വെച്ചു ഇത് അബദ്ധമല്ലോ മേടിച്ചതെന്ന് ഓർത്ത് ഞാൻ ഇത് ആക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്കിത് തോന്നിയിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്തുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല, സ്മെല്ലുണ്ടായിരുന്നു. അണ്ടർആംസിന് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ എനിക്കപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്പ്രേ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു, അത്രയും നല്ല സ്മെല്ലായിരുന്നു. ഡ്രസ്സിനാണെങ്കിൽ പോലും ബോഡിയിലായി പോലും ആണെന്ന്. ഞാൻ അണ്ടർആംസിലല്ല മറ്റു പലയിടത്തുമൊക്കെ ഇത് തേച്ച് വയ്ക്കാറുണ്ട്. അന്നേരം നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെനിക്ക് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ബോഡിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എൻ്റെ ഡാർക്കായാൻ തുടങ്ങി. ഞാൻ ഒരുവിധം അറിയാലോ, ഒരുവിധം ഒരു രീതിയിൽ സ്ലീവ്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു രീതിയിൽ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോഴേക്കും
എൻ്റെ ഇത് ഡാർക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. സോ എനിക്കിങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എനിക്കിത് ഇപ്പം ഞാൻ ഒരു കണക്കിന് ഒരു പരിധി വരെ എന്ന് വെച്ചാൽ ഒരു പരിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത്രയും മറ്റൊരാൾക്ക് ഇപ്പം നമുക്ക് ആ ഒരു സ്മെല്ലുണ്ടാവും, മറ്റുള്ള കേൾക്കാതെ ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അതല്ലാതെ ഇതുപോലത്തെ പെർഫോമൻസ് ഇത് ചെയ്യത്തില്ല, മനസ്സിലായി? അപ്പോൾ ഇത് വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഇത് മാത്രമൊക്കെ തന്നെ വിലയാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പൗഡർ എനിക്കിഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇത്. പിന്നെ എന്താ, ഇതാണ് ബെസ്റ്റ് ഞാൻ പറയുന്നത്, അടിപൊളിയാണ്. പിന്നെ ഇപ്പം ഞാൻ നെക്സ്റ്റ് മേടിക്കാൻ പോകുമെങ്കിൽ ഇത് തന്നെ മേടിക്കുള്ളൂ. ഇതെനിക്ക് അത്ര തോന്നിയില്ല. നമ്മുടെ അണ്ടർ ആംസും ഇങ്ങനെ ഒരു ബ്ലാക്കായിട്ട് വരുന്ന പോലെ തോന്നി. പിന്നെ ഒരു പരിധിക്കൊന്നും ജസ്റ്റ് മറ്റുള്ളവരിൽ നിന്ന് അപ്പോൾ ഞാനിത് ഇതും ഇപ്പം നിങ്ങൾ ആലോചിക്കുമോ സ്മെല്ലില്ലെങ്കിൽ പിന്നെ എന്ത് യൂസ് ചെയ്യും? ഇതും ജസ്റ്റ് ഒന്ന് ചെയ്യും, അതിനുശേഷം ഞാൻ സ്പ്രേയും കൂടെ ആഡ് ചെയ്തടിക്കും. അപ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ, ബോഡിയിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതെനിക്ക് അത്ര ഇത് തോന്നിയില്ല. ഇനിയിപ്പോൾ പക്ഷെ ഇതിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ പ്രശ്നമാണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതായിരിക്കും ബെറ്റർ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇതാണ്. കുറേ പേരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് പറയുന്നത്. സോ റെക്സോണയുടെ അടിപൊളി. ഇതുപോലെ തന്നെ വേറൊരെണ്ണമുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഇതിന് ഇത് വർത്തുണ്ട്, അല്ലാതെ അല്ല. ഇതിൻ്റെ സംഭവം കൊള്ളാം, അതിൻ്റെ പാക്കേജും അടിപൊളിയാണ്. ഇതും എല്ലാം വേറൊരു അടിപൊളി സംഗതി കൊള്ളാം, കളറാണ്. അപ്പോൾ എനിക്കിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ നല്ല ബെനിഫിറ്റ്സ് എനിക്കിഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. സോ ഇത് മേടിക്കാൻ പോകുകയാണെങ്കിൽ മാക്സിമം മേടിക്കായിരിക്കും. കൂടുതലും നിങ്ങൾ ഇത് ആദ്യം യൂസ് ചെയ്തിട്ട് ഇത് മേടിച്ചോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഇതായില്ല, എന്തോ പോലെ തോന്നുന്നു, അത്ര സ്മെല്ലുള്ള തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. സോ എപ്പോഴും ബെസ്റ്റ് അണ്ടർ ആംസും റോൾ ഓൺ ഇതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു യൂസ് ചെയ്തുകൊണ്ട് എനിക്കിതാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അടിപൊളിയാണ്, രണ്ടെണ്ണം അടിപൊളിയാണ്. പിന്നെന്താ, സ്പ്രേ അടിക്കേണ്ടി വരില്ല, നമുക്ക് സ്മെല്ല്, നമ്മുടെ ഡ്രസ്സിന് സ്മെല്ല് കഴുകിയാലും പോകില്ല. അതെല്ലാം നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് അല്ലേ അത്. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു കുട്ടി വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ ആണ്, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.